ഞാനിപ്പോൾ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. ഇന്നൊരു സൺഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. എനിക്ക് നല്ലൊരു പണി കിട്ടിയിരിക്കുമായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. ഞങ്ങളാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. തിരിച്ചു വരുന്ന വഴിക്ക് ബസ് ആക്സിഡന്റ് ആയിട്ട് എൻ്റെ കാലിന് കുറച്ച് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കാർ എടുത്തിട്ടാട്ടോ നാട്ടിൽ പോകാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം 3 ദിവസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ കാർ എടുത്ത് അത്ര ദൂരം പോയി വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മൈസൂർ ഹൈവേന്ന് ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുട്ടിനും കാലിൻ്റെ ആംഗിളിനും നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് വേദന മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും നടക്കുമ്പോൾ ചെറിയ ഞൊണ്ടലൊക്കെ ഉണ്ട്. വെളുപ്പിനൊരു 4:30 ആയപ്പോഴാട്ടോ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. കാല് പോയി അടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാല് ഒടിഞ്ഞു എന്നാണ്. നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. കാലിൻ്റെ മുട്ട് മുറിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് കാല് പൊട്ടിയിട്ടൊന്നുമില്ല, ചതഞ്ഞിൻ്റെ വേദനയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ നല്ല അടിപൊളി റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ വീണ്ടും പതുക്കെ പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് കെവിനും ഡാരിസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് കെവിൻ ഒരു പോറൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡാരിസിനും ചെറുതായിട്ട് കാലും മുട്ടൊക്കെ ഇടിച്ചിട്ടുള്ള വേദന ഉണ്ടായിരുന്നു. ഈ ബസ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞത് എന്തോ വലുത് വരാനിരുന്നത് ഇങ്ങനെ പോയി എന്ന് ചിന്തിച്ചാൽ മതി എന്നാട്ടോ. ഞാനും ഇപ്പം അത്രയൊക്കെ ചിന്തിക്കുന്നുള്ളൂ.